കാണുന്ന സാധനങ്ങളുടെ പേര് എഴുതുക. കാക്ക, മരം. എൻ്റെ അടുത്ത് ഭയങ്കര പഠിപ്പിച്ച സാറിൻ്റെ കുട്ടി. ഞാൻ ഇവൻ്റെ നോക്കിയിട്ട് ഇതിങ്ങനെ നോക്കിയായിരുന്നു. എന്നിട്ട് ഞാനൊന്ന് ജയിച്ചു. എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഭയങ്കര ബ്രില്യൻ്റാണ്. പിന്നെ അവിടുന്ന് ആ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിക്കലോടി. വീട്ടുകാർക്ക് പ്രതീക്ഷ കൂടി. അങ്ങനെയാണ് ഞാൻ സത്യം എഞ്ചിനീയറിംഗ് പോയത്. ഒരു കാര്യം ഉണ്ടായില്ല. എന്നിട്ട് സപ്ലിയോ 32 ഉണ്ടായിരുന്നു. എന്നിട്ട് എഴുതിയെടുത്തു. ഇത് കട്ട് ചെയ്യണോട്ടാ. എനിക്ക് സിനിമ എന്നായിരുന്നു. ഞാൻ നേരെ കൊച്ചിയിൽ വന്ന് ഇവിടെ മെഡിക്കൽ ഷോപ്പിലൂടെ കല്ലൂര് അവിടെ വർക്ക് ചെയ്തു. എഞ്ചിനീയറായ താൻ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ തന്നെ അടിച്ചു ഏത് ഷെൽഫിലാന്നായിരിക്കും പോയി തുറക്കും. 8 പാസ് അവിടെ പ്രാവശ്യം മരുന്ന് മാറി കൊടുക്കും. ഇത് കൊടുത്ത ചേച്ചി പോയ സ്പീഡിലല്ല നടന്നു വരുന്നത്. എന്നിട്ട് നമുക്ക് മനസ്സിലായി ഇത് പണി പാളിയിരിക്കണേ. എത്ര പേര് എത്ര മരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ശരിക്കും അവിടെ സൗബിനൊക്കെ മരുന്ന് വന്നിട്ടുണ്ട്. ഹലോ സിനിമ, ഞാനും അതെ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഡയറക്ഷൻ. ഓ ഞാൻ ആക്ടർ. അതെ ഭക്ഷണം കഴിച്ചോ? ഇല്ല. വാ എന്നിട്ട് രണ്ടാൾ പേര് തട്ട പേര് ഭക്ഷണം കഴിച്ചു. നേരിട്ട് കാണുമ്പോൾ ഒരു എന്തൊക്കെ ഉണ്ടല്ലോ എന്തായാലും നന്നായിടാ. എന്നിട്ട് നമ്മളോട് തിരിഞ്ഞ് വല്ല കാര്യമുണ്ട്. അവൻ്റെ വീട്ടിൽ എൻ്റെ പാപ്പൊക്കെ പാവം കഷ്ടപ്പെട്ടിട്ടാണ് വല്ല അവരെ സഹായിച്ചൂടെ. ബസ്സിലിങ്ങനെ പോയോണ്ടിരിക്കുക. ഒരു മെസ്സേജ് വന്നു ഫെഡറൽ ബാങ്കിന്റെ. ഈ ലിങ്കിൽ പ്രസ് ചെയ്താൽ 5 ലക്ഷം റുപ്യ ലോൺ. ഞാൻ ലിങ്ക് പ്രസ് ചെയ്ത് അപ്പൊ തന്നെ ക്രെഡിറ്റ് ആയി. പെട്ടെന്ന് ലക്ഷപ്രഭ പോയി. ഓൾറെഡി ഞാനൊരു ലോണിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2 ലക്ഷം റുപ്യ എടുത്ത് ഫോളെടുത്ത് ഞാൻ 26,000 മേലെ ലോണ് നിന്ന് നിൽപ്പില്. പക്ഷെ വണ്ടിയായി. പിന്നെ ഞാൻ പോളോലായി. നിങ്ങളുടെ കല്യാണം വരുന്ന സമയത്താണ് ഓൻ ഇത്രയും വെളുത്തൊരു പെൺകുട്ടി. അതൊക്കെ ഉണ്ട്. പെണ്ണ് കിട്ടാത്ത ഇത് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടല്ലോ. സിംഗിൾ ലൈഫ് വെരി ബാഡ് എന്നാണ് പറയുന്നത്. തല്ലുമാല വന്നപ്പോഴാണ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എന്നെ വിളിക്കുന്നവരും ഒരു സംസാര രീതിയൊക്കെ മാറി. ലുക്മാൻ ഫ്രീ ആണോ? സ്ലിപ്റ്റ് തരട്ടെന്നൊക്കെ. പിന്നെ ചെന്ന കസാര പേപ്പർ ഗ്ലാസ് മാറി മറ്റേ നല്ല ചൂടാതെ അടച്ചു വെക്കാം. എന്താണോ അവിടെ തലയണ മന്ത്രം അതൊന്നും പുറത്തു പറയില്ല. വളക്കും ഞാൻ. നടൻ എന്ന രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് സോ ദിസ് ഇസ് മൈ മൂവി ഉണ്ട് ചെയ്തപ്പോഴായിരുന്നു. മമ്മൂക്കാടെ സിനിമയാണ്, കൂടെ നീയും ഉണ്ട്, നിന്റെ കൂടി സിനിമയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി കൊള്ളാലോ, എനിക്ക് കുറച്ചൊക്കെ അറിയാന്നുള്ളൊരു സാധനം തോന്നല്ലോ. ഫസ്റ്റ് മൂവി റിലീസ് ആയിട്ടില്ല. ഇല്ല, ഞാനൊരു സമയത്തൊക്കെ നടനാന്ന് പറയാൻ വരെയൊക്കെ മടിയായിരുന്നു. നമ്മളന്നൊരു 2 ഡ്രസ്സ് ഉണ്ടാവും. ഇപ്പോഴും വിഷാദ് ഇപ്പോൾ എന്നോട് പറയും ചാൻസ് വെച്ച് വരുമ്പോൾ ഡെയിലി ഒരു പാൻറ് മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്ന് വരുമ്പോഴാണ് പാൻ്റ് ആയിരിക്കും. ഞാനൊക്കെ പണ്ട് ആഗ്രഹിച്ചിരുന്നത് റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അത് നോക്കാതെ ഓർഡർ ചെയ്യാൻ പറ്റണം. ആ സമയത്ത് എൻ്റെ സ്വപ്നങ്ങൾ അത്ര ചെറുതായിരുന്നു. അത്ര ചെറുത് പറഞ്ഞാൽ അത് അന്ന് വലുത് തന്നെ ആയിരുന്നു. എനിക്ക് അങ്ങനെ നമ്മൾ രണ്ടുപേരും നമ്മളാരും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ മുറിവുകളുണ്ട്. ചെറിയ ലൈഫല്ലേ ഉള്ളൂ. ഇനി എത്ര കാലം ജീവിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉള്ള സമയത്ത് സന്തോഷിച്ചൂടെ. എന്തിനാ നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങളിലൊക്കെ വെറുതെ ടെൻഷൻ അടിച്ച്, മറ്റുള്ളവൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച്, അവനെന്ത് കിട്ടുന്നു, അവനെന്ത് വാങ്ങുന്നു, അവനെന്ത് സംഭവിക്കുന്നു ഒക്കെ ആലോചിച്ച് അതിന് ടെൻഷൻ അടിച്ച് എല്ലാത്തിനും നമ്മൾ ടെൻഷൻ അടിക്കും. എന്നാൽ നമുക്ക് സന്തോഷിക്കാൻ എന്തൊക്കെ ഉണ്ട് ചുറ്റിലും. ഈ കളറുള്ളതുകൊണ്ടാണ് എനിക്കറിയാം കൂടുതൽ സിനിമയും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ കളറിൽ തന്നെയാണ്. പക്ഷെ തലവരെ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങോട്ട് ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ തീരുമാനത്തിനപ്പുറം അതിന് വേറെന്തോ ഒരു എനർജി, വേറൊരു സാധനം കൂടി ഉണ്ട് അതെല്ലാത്തിലും. അത് നമ്മുടെ കയ്യിലല്ല. പക്ഷെ എന്ത് വലിയ കഥ ഞാൻ പറഞ്ഞു അറിയണ്ടേ, നമ്മൾ ആഗ്രഹിച്ച് പറയുന്നത്. വിജയിക്കാൻ നിങ്ങളെടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ തളർത്തുകയില്ല. സേസ് അബ്ദുൽ കലാം. ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ എനിക്ക് കാലങ്ങളായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് ഈ പോഡ്കാസ്റ്റിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകൾ പോലെ തന്നെ ഒറ്റയ്ക്ക് വഴി വെട്ടി കയറി വന്നവനാണ്. ലുക്മാൻ, വെൽക്കം. ഓ താങ്ക് യു. ഒരു ടർക്കിഷ് തർക്കത്തിൻ്റെ കഥകളാണ് ഇപ്പോൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ള തർക്കത്തെക്കുറിച്ചാണ്. ഈ ലുക്മാൻ എന്നുള്ള പേരിടുന്ന സമയത്ത് ഉമ്മയും വാപ്പയും തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം അവിടെ നടന്നിട്ടുണ്ടോ? തർക്കത്തിൽ നിന്നാണല്ലോ മനുഷ്യന്മാരൊക്കെ ആണ്. അതെ, ഉണ്ടായത് ലോകം തന്നെ ഉണ്ടായത് തർക്കത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, പറഞ്ഞു കേട്ടിട്ടില്ല. എൻ്റെ സിനിമകളൊക്കെ തർക്കം എന്നുള്ള വരുന്നോണ്ടായിരിക്കുമല്ലേ, ഇടി വരുന്നോണ്ട് എവിടെയെങ്കിലും ഒരു ഇടി നടക്കുന്നുണ്ട്. ഇതിലും അതൊക്കെ തന്നെ. ഇതിലങ്ങനെ ഒരു ഇടിപ്പടമൊന്നുമല്ല. ടർക്കിഷ് തർക്കം ട്രെയിലറിൽ കാണുന്നുണ്ട്. ട്രെയിലറിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു കമ്പോസ്റ്റ് ഫൈറ്റ് ഒന്നും അല്ലല്ലോ. ഭയങ്കര നാട്ടിൽ നടക്കുന്നൊരു ഒരു ഫാമിലി നടക്കുന്ന ഒരു സംഭവം, ആ നാട്ടിലുണ്ടാക്കുന്നൊരു പ്രശ്നമാണ്. ആ നാടെങ്ങനെ ആ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ടർക്കിഷ് തർക്കം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ആ അടിയിൽ എവിടെ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അടിക്കാൻ പോകത്തില്ല. ഇതിൽ ഞാൻ ഭയങ്കര അടിയൊന്നും കൂടാത്തൊരുത്തനാണ്. അങ്ങനെയും പറ്റും. അങ്ങനെ എനിക്ക് പറ്റും, എനിക്ക് എന്തും പറ്റും. ഇപ്പം ആദ്യത്തെ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് മോഹസിൻ പരാഗിൻ്റെ കൂടെ താങ്കളുടെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്നാണ് അദ്ദേഹം. പക്ഷേ ഫസ്റ്റ് മൂവി റിലീസായിട്ടില്ല. അപ്പം അത് റിലീസാവാതെ പിന്നീട് KL 10 വരുമ്പോഴാണ് താങ്കളുടെ മുഖമൊക്കെ രജിസ്റ്റർ ആവുന്നത്. പക്ഷെ ശരിക്കും ഒരു നടൻ എന്ന രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് സോ ദിസ് ഇസ് മൈ മൂവി എന്ന് കോൺഫിഡൻസോട് കൂടി ഞാനൊരു നടനാണെന്ന് പറയാൻ പറ്റിയ സിനിമ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഏതായിരുന്നു? ഞാനൊരു നടനാണെന്ന് പറയാൻ പറ്റിയ സിനിമ എന്ന സെൻസ് എനിക്ക് മനസ്സിൽ തോന്നിയത് ഉണ്ട ചെയ്തപ്പോഴായിരുന്നു. സത്യം തോറ്റാ
ഉണ്ടാന്ന് പറഞ്ഞ സിനിമ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആ ക്യാരക്ടർ ആദ്യമായിട്ട് ഞാൻ അത്ര വലിയൊരു ക്യാരക്ടർ, അത്ര ഡെപ്തുള്ളൊരു ക്യാരക്ടറിൻ്റെ കഥ ഒക്കെ കേൾക്കുന്നത്. അതുവരെ ഞാനിങ്ങനെ സിനിമകൾ ചെയ്യുമായിരുന്നെങ്കിലും കേൾട്ടൻ 10 ആണെങ്കിലും അതിനുശേഷം വന്ന് കുറേ ചെറിയ ചെറിയ സിനിമകൾ ഞാൻ ചെയ്തു. കേൾട്ടൻ 10 ഞാൻ ത്രൂ ഔട്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഉണ്ട് സുഡാനി ആണെങ്കിലും പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സിനിമകൾ കുറേ ക്യാരക്ടേഴ്സ് കുറേ ചെയ്തു. പിന്നെയാണ് ഈ ഉണ്ടയിലോട്ട് എത്തുന്നത്. റഹ്മാൻ ഇങ്ങനെ ഒരു ഉണ്ട എന്ന് പറഞ്ഞ സിനിമയുണ്ട്, മമ്മൂക്കാടെ സിനിമയാണ്, കൂടെ നീയുണ്ട്, നിൻ്റെയും കൂടി സിനിമയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് എന്നോട് ആ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ആദ്യം ചോദിച്ചു എന്നെ കൊണ്ട് ഇതൊക്കെ ഇത്ര വലിയ കാര്യമൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പം അതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം, നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അങ്ങനെ കോൺഫിഡൻറ്റ് വന്നിട്ടാണ് അവൻ അങ്ങനെ ആ സിനിമയിലോട്ട് തന്നെ ഇനി ചെയ്യിക്കണേ. അപ്പോൾ അതിൽ വന്ന് അത് ചെയ്ത് കഴിഞ്ഞ് തിയേറ്ററിൽ റിലീസായപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഓക്കെ കൊള്ളാലോ, എനിക്ക് കുറച്ചൊക്കെ അറിയാം എന്നുള്ളൊരു സാധനം തോന്നുമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് തോന്നിയതുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടയിലെ PC ബിജു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ സിനിമ നമ്മളൊരു പോലീസ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണാൻ ചെല്ലുന്നതെങ്കിലും ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സിനിമയാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനെ മുഴുവനായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് അത് ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന സിനിമ എന്ന് ചോദിച്ചാൽ ആദ്യം ഉണ്ടയുടെ പേര് വരുമോ? വരും. അതിലൊരു സിനിമ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഉണ്ടെന്നായിരിക്കും ആദ്യം വരിക. അത് ആ ക്യാരക്ടർ എനിക്ക് ബിജുകുമാർ ഭയങ്കര മനസ്സിന് ഭയങ്കര തട്ടിയൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പുസ്തകം എന്നോട് അന്ന് മുന്നേ പറയുന്നുണ്ട്. അങ്ങനെ അവൻ വായിക്കാൻ പറഞ്ഞ പുസ്തകവും 100 സിംഹാസനങ്ങൾ നജമാൻ്റെ പുസ്തകം വായിക്കാൻ പറഞ്ഞിരുന്നു എന്നോട്. ഞാനങ്ങനെ പുസ്തകം വായന അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് വേറെ സിനിമ അഭിനയിക്കണം പറഞ്ഞിട്ട് നടന്നിരുന്നതാണ്. വേറെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടോ ചോദിച്ചാൽ ഒന്നും ചെയ്യണമെന്നില്ല. വേറെ ഓഡിഷന് പോവും, ഡയറക്ടേഴ്സിനെ കാണാൻ പോവും, അല്ലെങ്കിൽ ഇങ്ങനെ ചാൻസ് ചോദിക്കുക, അതൊക്കെ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിനുശേഷമാണ് നമ്മൾ അതൊക്കെ വായിച്ചപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യാൻ ഇങ്ങനെയൊക്കെ വേണം, അപ്പോൾ നമുക്കത് ചെയ്യുമ്പോഴുള്ള സുഖം, നമുക്കതൊക്കെ മനസ്സിലുള്ളപ്പോൾ ഒന്നുകൂടി ചെയ്യാൻ സുഖമാണ് എന്നൊക്കെയുള്ള കുറേ ഏരിയാസൊക്കെ. പിന്നെ മമ്മൂക്കാടെ കൂടെ അഭിനയിക്കുന്നു, അതും ത്രൂ ഔട്ട് അതൊരു വലിയതുണ്ട്. വലിയൊരു ചെന്ന് കെട്ടി കഴിയുമ്പം ആ കഥയെക്കുറിച്ച് കേട്ടപ്പോൾ സിനിമയിൽ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ ക്യാരക്ടറായിരുന്നു ഹൈലൈറ്റ്, മമ്മൂക്കയായിരുന്നു ഹൈലൈറ്റ്? ആദ്യം അത് മമ്മൂക്കപ്പടം എന്നുള്ളൊരു സാധനം തന്നെയായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുന്നതിന് നമുക്കറിയാലോ ഇത് മമ്മൂക്കപ്പടമാണെന്നുള്ളത്. ഒപ്പം റഹ്മാൻ ഖാലിദിനായിട്ട് ഞാനിങ്ങനെ അടുത്ത് വരുന്നേ ഉള്ളൂ, ഞങ്ങളിങ്ങനെ ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുള്ളൂ, അങ്ങനെ കുറച്ച് പരിചയപ്പെട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ റഹ്മാൻ ആ പടം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വിളിക്കുന്നു. പിന്നെ മമ്മൂക്ക പടം വന്നിട്ട് എന്നോട് സ്ക്രിപ്റ്റ് വായിക്കുന്നു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എന്താ പറയട്ടെ, കുഴപ്പമില്ല, എന്താ പറയണേ, ഞാൻ ഓക്കെയാണ്, എന്തായാലും ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നമുക്ക് ആ ക്യാരക്ടറിന് ഇഷ്ടമായി തുടങ്ങി. ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അവനിങ്ങനെ ഭയങ്കര ഫോഴ്സ്ഡായിട്ടൊന്നും പറയില്ല, ഇങ്ങനെ വളരെ ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ ഇവരുടെ ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചോളൂ, കണ്ടിങ്ങനെ ശ്രദ്ധിച്ചോളൂ, അങ്ങനെ എല്ലാം ഇങ്ങനെ പറയും, ഓരോ പോയിൻ്റായിട്ട് പറയും. അപ്പോൾ അത് പിന്നെ നമുക്കിങ്ങനെ ഇഷ്ടമായി തുടങ്ങിയത്. പിന്നെ നമുക്കിങ്ങനെ എപ്പോഴും സംസാരിക്കും, അതൊക്കെ ഭയങ്കര ഗുണമായിരുന്നു അത്. ഇപ്പം ലുക്മാൻ എന്ന് പറയുമ്പോൾ മലപ്പുറത്താണ്, ചങ്ങരംകുളക്കാരൻ അവറാൻ്റെയും ഹലീമയുടെയും മോൻ എഞ്ചിനീയർ ആവണമെന്നും ആ വഴി പോകണമെന്നുമായിരുന്നു അവർക്ക് ആഗ്രഹം. പക്ഷെ ലുക്മാൻ ലുക്ക് ചെയ്തത് അവരെല്ലാവരും അങ്ങോട്ട് ലുക്ക് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് ലുക്ക് ചെയ്തു. അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എനിക്ക് സിനിമയിലാണ് അഭിനയിക്കേണ്ടതെന്ന് പറയുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി വിടുന്ന വീട്ടുകാർ ഭയങ്കര കുറവായിരിക്കും. ഇപ്പം വിവാഹത്തിന് മുന്നേയും സിനിമയിലേക്ക് വരുന്നതിന് മുന്നേയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര എളുപ്പമാണ്, കുറച്ചും കൂടെ ഒന്നും നോക്കാനില്ല, വീട്ടിൽ കഞ്ഞിയും കറി എന്തായാലും ഉണ്ടാവും. അപ്പം ലുക്മാൻ എന്ന പറയുന്ന ആളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു? ഏത് കൈൻഡ് ഓഫ് ലൈഫായിരുന്നു ബിഫോർ ഒരു ആക്ടർ എന്നുള്ളതിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു? ബിഫോർ ആക്ടർ അങ്ങനെ ഫിനാൻഷ്യൽ അല്ല, ഈ സിനിമ എന്ന് പറയുന്നത് എന്തൊക്കെ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും സിനിമയുടെ റിസ്ക് വേറെ തന്നെയാണ്. സിനിമയിൽ നമ്മൾ സ്റ്റേബിൾ ആവുക, അല്ലെങ്കിൽ സ്ഥിരമായി സിനിമ ചെയ്യുക, അതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടേതായ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ബാക്കി ഫീൽഡ് പോലെ അല്ല, അത് നമ്മൾ തീരുമാനിക്കുന്നതല്ല, എല്ലാ ഫാക്ടറും കൂടി വരണം. പക്ഷെ എൻ്റെ സിനിമയിൽ വരുന്നതിന് മുന്നേ എന്ന് പറയുന്നത് ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടുകാരെ പ്രതീക്ഷിക്കുകയാണ്, നേരെ ജോലിക്ക് പോയിട്ട് വീട് നോക്കണം. കാരണം കോളേജ് കഴിഞ്ഞല്ലോ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു തന്നെ 4 വർഷം പോയി. 4 വർഷം അവിടെ പോയി അല്ല 4 വർഷം പോയി എന്നുള്ളൂ കോളേജിൽ. ബാക്കിയൊക്കെ കണക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ എന്നായിരുന്നു. വീട്ടിൽ പോയിട്ട് സിനിമ അഭിനയിക്കണമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫാമിലി ഒന്നും അല്ല. അപ്പോൾ അങ്ങനെ അത് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരെ കൊച്ചിയിൽ വന്ന് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വെച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അടുത്ത ആഴ്ച. പേരും കള്ള ജോലിയുടെ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ ഇവിടെ മെഡിക്കൽ ഷോപ്പിലൂടെ കല്ലൂർ സാറാം റോട്ടിലൊരു മെഡിക്കൽ ഷോപ്പുണ്ട്,
പേര് മറന്നുപോയി. അവിടെ വർക്ക് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്തു ഒരു 8 മാസം 9 മാസം. അപ്പോൾ അവിടെ അന്നൊക്കെ ഒരു 9,000 ഒക്കെ എനിക്ക്. എടോ എഞ്ചിനീയറായി താൻ എങ്ങനെയാണോ മരുന്നെല്ലാം അവിടെ വന്നിട്ട് പഠിച്ചോ? അങ്ങനെ ഉണ്ട്. അവിടെ 2 ബി ഫാമിൻ്റെ ഒരാളോ 2 മതി. ബാക്കി ആർക്കും നിൽക്കാം. എന്നിട്ട് ഇത് എന്താ പണി, നിങ്ങളിപ്പോൾ ഒന്നൊരു മരുന്ന് ചോദിക്കുന്നു, ഞാനത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അടിച്ചു വെക്കും. അപ്പോൾ ഏത് ഷെൽഫിലാന്ന് അതിൽ കാണിക്കും, ആ ഷെൽഫ് പോയി തുറക്കും, എടുത്തു കൊടുക്കും, അത്രേ ഉള്ളൂ. 8 മാസം അവിടെ. 8 മാസം അവിടെ. ഒരു പ്രാവശ്യം മരുന്ന് മാറി കൊടുക്കും. ഇത് മാറി കൊടുത്തിട്ട് അതെന്താ വെച്ചാലേ 1.2 അങ്ങനെ എന്തൊക്കെ ഉണ്ടാവില്ല, 1.5 ഇതുണ്ടാവും. അത് മാറിയിട്ട് കൂടിയത് കൊടുത്തു. കൂടിയത് ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോണ്ട് കൊടുത്ത ചേച്ചി ഇങ്ങനെ പോയ സ്പീഡിലല്ല നടന്നു വരുന്നത്. നാട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ മനസ്സിലായി ഇത് പണി പാളിക്കണ്. എന്നിട്ട് ചേട്ടനോട് ഒപ്പോടെ ചേട്ടനോട് പറഞ്ഞിങ്ങനെ ആ ചേച്ചി മരുന്ന് മാറി കൊടുത്തോ സംശയമുണ്ട് തിരക്കിന്. എന്താണത് അവിടെ പുള്ളിക്കാരി ആകെ അമ്മക്ക് കൊടുക്കണേ. പുള്ളിക്കാരി ഇത് കൈ പിടിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു വർഷങ്ങളായിട്ട് കൊടുക്കണോണ്ട് എന്തോ ചേഞ്ച് തോന്നിയപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് മനുഷ്യ ഭാഗ്യത്തിന് ഞാൻ ഇത് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ചേച്ചി ഒന്ന് അപ്പുറത്ത് വരുന്നോട്ട് വിളിച്ചോണ്ട് ചേച്ചി തെറി പറയരുത്, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ ഒന്നാമത്തെ എൻ്റെ ജോലി ഇതല്ല എന്നൊക്കെ പറഞ്ഞു ക്ഷമിക്കണം, ജോലി പോയി ചെയ്യണോ എന്തിനാ അവിടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. ഇതിപ്പോ എന്നോട് പറഞ്ഞ സംഭവം എത്ര പേര് എത്ര മരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ശരിക്കും അവിടെ സൗബിനൊക്കെ മരുന്ന് വന്നിട്ടുണ്ട്. സൗബിൻ വന്നിട്ടുണ്ട് അന്ന് സൗബിക്ക. പിന്നീട് സൗബിൻ്റെ അടുത്ത് പറഞ്ഞോ നിങ്ങൾ മരുന്ന് വാങ്ങാൻ വന്നപ്പോൾ? ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ പറയേണ്ട ഒരു ഞങ്ങൾ അങ്ങനെ ഒരു സമയം ഉണ്ടായില്ല, അതുകൊണ്ട് പറയാൻ പറ്റിയിട്ടില്ല. വരട്ടെ, എന്നോട് സാഹചര്യം ഉണ്ടാവും. പക്ഷെ വീട്ടിൽ പറഞ്ഞോ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന്? ഇല്ല, വീട്ടിൽ ഞാൻ മന്ത്ലി ഒരു 6,000 വീട്ടിലേക്ക് അയക്കും എൻ്റെ എഞ്ചിനീയറിംഗ് ജോലിയുടെ. അപ്പോൾ ഉമ്മ ഉപ്പൊക്കെ അവിടെ ഭയങ്കര ഹാപ്പി. മോൻ ഇപ്പം ട്രെയിനിങ് ആയതുകൊണ്ടാ കുറച്ചുകൂടി കഴിഞ്ഞാൽ അവന് കൂടും. എന്തൊരു റിസ്ക് ആണ്. റിസ്ക്കാണ്. എന്നിട്ട് 8 മാസം കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു? 8 മാസം ഒരു മാറ്റം വന്നില്ല. അവിടുന്ന് ഓഡിഷനൊക്കെ അവർ പറഞ്ഞു വിട്ടു, അതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം. അതിന് സാലറി ഒന്നും കട്ടിയില്ല. പിന്നെ ഇത്രയും എഞ്ചിനീയറൊക്കെ ഒന്ന് മരുന്നെടുത്ത് കൊടുക്കുമല്ലേ? പോകണമെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഒരു 4-5 ഓഡിഷൻ ഒന്നും വിഷയമല്ല, അവർ സമ്മതിക്കും. പക്ഷെ ഞായറാഴ്ച ചെന്നാൽ മതി, പോയാൽ മതി പകരം. പിന്നെ അത് 8 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഒരു അങ്ങനെ കുറേ ഇതൊരെണ്ണം. പിന്നെ ബയോഗ്യാസിൻ്റെ നമ്മൾ ഈ വീട്ടിൽ ബയോഗ്യാസ് വെക്കുമല്ലോ, അങ്ങനെ അത്. പിന്നെ ഡ്രൈവിങ്, അങ്ങനെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും തന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ ഇവിടെ നിൽക്കണം, നമുക്ക് സിനിമ എന്തായാലും കൊച്ചി നിൽക്കണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ ജോലികൾ ചെയ്യും, ഒപ്പം തന്നെ ഓഡിഷൻസിന് പോകും. അപ്പോൾ ഇങ്ങനെ സിനിമാക്കാരെ കാണും. നമുക്ക് ആരും അറിയില്ലല്ലോ, വെറുതെ കൊച്ചിക്ക് സിനിമ നടനാണെന്ന് പറഞ്ഞിട്ട് കൊച്ചിക്ക് കയറിയല്ലേ. പിന്നെ കൂടെ വന്നവർ അന്ന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഇങ്ങനെ ഗൾഫിലും പോയി, അതിൽ സിനിമ സ്വപ്നമുള്ളവരുണ്ടായിരുന്നു, അവരും നിർത്തിപ്പോയി. പിന്നെ ഞാനിങ്ങനെ ഒറ്റക്കായി. അപ്പോൾ ഞാൻ ഒറ്റക്കായപ്പോൾ ഞാനിങ്ങനെ ഇവിടെയുള്ള ആരെങ്കിലും കൂടെ നിൽക്കും. അവിടുന്ന് മാറും, പിന്നെ അവിടുന്ന് ഫ്ലാറ്റ് മാറുമ്പോൾ അപ്പുറത്തേക്ക് മാറും. അവർക്ക് എനിക്ക് തോന്നുന്നൊരു 15ഓളം ഫ്ലാറ്റ് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ്സുകൾ ഇങ്ങനെ മാറി റെന്റ് ചോദിക്കുമല്ലോ. റെന്റ് ചോദിക്കുമ്പോൾ ഒരു മാസം അടുത്ത മാസം തരാന്ന് പറഞ്ഞു. പിന്നെ അടുത്ത മാസം നീ ഇറങ്ങിക്കോളാൻ പറയുമല്ലോ. അപ്പോൾ 2 മാസം എടുക്കുമല്ലോ. ഈ 6,000 രൂപ അപ്പോഴും അയക്കണ്ടേ? അപ്പോഴും അയക്കണം. അപ്പോൾ പിന്നെ ചില മാസം അയക്കാതിരിക്കും. പിന്നെ ഇത് ഉമ്മ അറിഞ്ഞു, ഞാൻ സിനിമയാണ് എൻ്റെ സ്വപ്നം എന്നുള്ളത് ഉമ്മ അറിഞ്ഞു. അപ്പോൾ ഉമ്മ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എന്നും കാശേക്കാം. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും? അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടത്. പിന്നെ ഉമ്മ എന്തെങ്കിലും ഉമ്മ എങ്ങനെയും പൈസ റോൾ ചെയ്തിട്ട് ഉപ്പ കൊടുക്കും. ഉമ്മക്ക് പിന്നെ അടുത്ത മാസം കൊടുത്താൽ മതി. എന്തെങ്കിലും പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലുക്മാൻ അയച്ചതാ പറഞ്ഞിട്ടാ. അപ്പോൾ ആ മാസം അങ്ങനെ പിടിച്ചേക്കാം. ഈ കഥ മുഴുവൻ പിന്നെ വീട്ടിലറിഞ്ഞിട്ട് ആ വാപ്പയ്ക്ക് വല്ല വിശ്വാസം ഉണ്ടോ നിങ്ങളിപ്പോൾ? ഇപ്പോൾ വിശ്വാസമുണ്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കണോണ്ട്, ഇപ്പോൾ കുഴപ്പമില്ലാതെ നടക്കണോണ്ട് വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്, കഷ്ടപ്പെട്ട് വഴിവെട്ടിയിട്ടാണ് അങ്ങോട്ട് എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ സമയം എന്ന് പറയുമ്പോഴും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ പറഞ്ഞ പോലെ ഒരു സിനിമാ നടൻ ഒരിക്കലും നമുക്ക് എന്നും സിനിമ ഉണ്ടാവുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ ലുക്മാൻ്റെ എനിക്ക് കല്യാണ സമയത്തുള്ള എൻ്റെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സും ട്രോളുകളുമാണ്. അതായത് നിങ്ങളുടെ കല്യാണം വരുന്ന സമയത്താണ് ഓൻ ഇത്രയും വെളുത്തൊരു പെൺകുട്ടി, ഓൻ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കൊച്ചിനെ, അതൊക്കെ ഉണ്ട് കാണേണ്ട ട്രോളുകള്. അപ്പോൾ ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിൽ ചോദിച്ചാൽ നിനക്കൊക്കെ എന്താ വെളുത്തിരുന്ന മാത്രമാണോ വെളുത്ത പെണ്ണിനെ കെട്ടാൻ പറ്റുള്ളൂ? അങ്ങനെയൊന്നല്ല, ഒന്ന് പെണ്ണ് കിട്ടാത്ത ഇത് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടല്ലോ. ഉണ്ട്, സിംഗിൾ ലൈഫ് വെരി ബാഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നു, കിട്ടാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് സിനിമ അഭിനയിക്കാൻ, പ്രത്യേകിച്ച് സ്ഥിരമായി സിനിമ ഇല്ലാത്ത അവസ്ഥയിൽ പെണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ല, ഞാൻ ആ സമയത്ത് തല്ലുമാല ഷൂട്ട് ചെയ്യുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. അതായത് നാളെ എൻ്റെ കല്യാണമാണെങ്കിൽ ഇന്നും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5:30ക്കാണ് എൻ്റെ ഷൂട്ട് ചെയ്യണത്. നാളെ നിക്കാഹ്. അപ്പോൾ ഞാൻ ഇവിടുന്ന്, അപ്പോൾ ഇന്ന് തലേ ദിവസമാണ് നിക്കാഹിൻ്റെ. വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞാൻ ഇവിടുന്ന് പോയി പിന്നെ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ രാത്രി 12 മണിയാണ്.
പിറ്റേ ദിവസത്തെ നിക്കാഹിന് നിൽക്കാനാ. അതായത് രാത്രി 12 വെളുപ്പിനെയാ. മണിക്ക് ഇവരെല്ലാവരും എന്ത് ചെയ്ത് ഇവർ വൈകിട്ട് 7 മണി മുതൽ എന്നെ വരുമ്പോൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സോങ്ങിൻ്റെ ഇത് മ്യൂസിക് റെഡിയാക്കി വെച്ചിട്ട് ലേറ്റ് അമ്മായിമാരും മറ്റേ റിലേറ്റീവ്സ് എല്ലാവരും. ഞാനവിടെ എത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ അവൻ വന്നാ വന്ന് 12 മണി ആയിക്കണേ. ഡാൻസേഴ്സൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും ഉറക്കം തൂങ്ങിയിട്ട്. ഞാൻ വന്നേക്ക് എല്ലാവരും ഞെട്ടിണിട്ട് ആരടി തുടങ്ങി രാത്രി 12 മണി. എന്നിട്ട് അങ്ങനെ എന്നിട്ട് ചെറിയ കൈയ്യോട്ടി പാടില്ല മതി ചേർന്ന് ഉറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് സുലേഖ മനസ്സിലാണ് അപ്പൊ ശരിക്കും ആസ്വദിച്ചോളൂ. ശരിക്കും ആസ്വദിച്ചത് സുലേഖ മനസ്സിൽ കറക്റ്റ് കല്യാണം പോലെ. ജീവിതത്തിൽ ഇതെല്ലാം പെട്ടെന്നായി പോയി. അതും കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് ഷൂട്ടിന് പോന്നു. സിനിമയിലാണ് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ, റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിച്ചത്. പക്ഷെ പിന്നീട് ആസ്വദിച്ചു. നിങ്ങൾ പോയി ആ കൊച്ചിനെ കണ്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ അതോ വീട്ടുകാർ പോയി കണ്ടിട്ട് ഇതാണ് ലുക്മാനെ? അല്ല, ഞാൻ നേരത്തെ കണ്ട് ഒരു പിന്നെ 1.5 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണേ. പിന്നെ അത്രയും ഗ്യാപ്പ് ഉണ്ട്. അത്രയും ഗ്യാപ്പ്. അപ്പൊ ഇഷ്ടംപോലെ വർത്താനം പറയാനൊക്കെ സംസാരിച്ച് ഭയങ്കര ഓക്കെ ആയിട്ടൊക്കെയാണ്. ഈ ഒരു സെലിബ്രിറ്റിയെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ സോ യു ആർ ഓൾറെഡി ആക്ടിങ് ഇൻ മൂവീസ്. അപ്പോൾ ആ സമയം നമുക്കൊരു എയർ ഒക്കെ ഉണ്ട്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്, മോർ ദൻ ഒരു ഫിയാൻസ എന്നതിലുപരി അവിടെ നിന്നൊരു ഇതൊക്കെ കിട്ടും. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾ അങ്ങനത്തെ ഇല്ല. അവളങ്ങനെ സിനിമ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമ അങ്ങനെ കാണുന്ന അങ്ങനത്തെ ആളൊന്നുമല്ല. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അതിലാകെ ഞാൻ ചടച്ചു പോയി. ഞാനെന്ന് വെച്ചാൽ നടനൊക്കെ ആയിട്ടല്ലേ, ഞാൻ ആകെയുള്ളൊരു ക്വാളിറ്റി അതുമ്പോഴാണ് ആ ഒറ്റ പവർമേലാണ് പോണേ. അല്ലാതെ പിന്നെ ഞാൻ വെറുതെ നിന്നിട്ട് ഒരു കാര്യമില്ല. നടനാന്നുള്ള ഒറ്റ ധൈര്യത്തിൽ ചെല്ലുക. ഏത് സിനിമയിൽ അഭിനയിച്ചില്ല ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അന്നാണ് ഈ ഫസ്റ്റ് കാണുമ്പോൾ ഓപ്പറേഷൻ ജാവ പോലും ഇറങ്ങിയിട്ടില്ല. ഉണ്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പെണ്ണ് ഏത് സിനിമയിൽ അഭിനയിച്ചത് ചോദിക്കണതിലും വലിയൊരു അപമാനം അവിടെ പോയി എല്ലാം പറഞ്ഞ് കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഓപ്പറേഷൻ ജാബ് റിലീസാണ്. നമ്മൾ അടുത്ത ആഴ്ച ഒരു സിനിമ റിലീസുണ്ട് ഓപ്പറേഷൻ ജാബ്. അത് കണ്ടിട്ട് വരാറിട്ട് ഞാൻ പോകുന്നു. അതും കൂടി റിലീസായിട്ട് വരാമെന്ന്. ഇത് ഏത് ടൈമിലാണ് ഇനി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണ്ടെന്നുള്ളത്? അത് ഏത് സിനിമയാണ് ഇനി മതി നിർത്തി ദിസ് ഇസ് മീ എന്ന് തീരുമാനിച്ച സമയം ഏതാ? ശരിക്കും എനിക്ക് ഈ ഉണ്ട കഴിഞ്ഞ് ഉടനെ എനിക്ക് ഓപ്പറേഷൻ ജാബ് വന്നു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര കഴിഞ്ഞു ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞു. എനിക്കും തോന്നി ഞാൻ നടനാന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക പടം എല്ലാവരും നീ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചില്ലോ, നീ സിനിമ നടനായല്ലേ അങ്ങനെയൊക്കെ നാട്ടിൽ പറയൽ തുടങ്ങി. അപ്പോൾ നമുക്കും തോന്നി തുടങ്ങി നമ്മൾ സിനിമ നടനായെന്ന്. ബാക്കിയൊക്കെ പറഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ പോകുന്നു, അവർ തന്ന കാശ് വാങ്ങുന്നു, ചിലപ്പോൾ കാശ് തരാതെ പോരുന്നു. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നിനക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലേ, ഇതിനൊക്കെ നിനക്ക് അടുത്ത സിനിമ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ റെമ്യൂണറേഷൻ. ഒത്തിരി പേര് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സിനിമകളിലൊന്നും 5 പൈസ അതായത് അതിന് വേണം നിനക്ക് അടുത്ത് കിട്ടാൻ. ഇപ്പോഴേ കാശ് ചോദിക്കുക, അല്ല കാശ് വെച്ചല്ലേ എന്തൊരു ബസ്സിന് എന്നാൽ അത് പിടിച്ചോണ്ട് 500 രൂപ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെയൊക്കെ നമ്മൾ വരുമല്ലോ. പക്ഷെ അന്ന് നമുക്കത് അത്ര മതി, നമുക്ക് ആ ചാൻസ് തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. പിന്നെ കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒന്നുകൂടി കോൺഫിഡൻ്റ് ആയി. അപ്പോഴാണ് തരുൺമൂർത്തിനെ കാണുന്നതും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സ്ട്രഗിൾ പീരീഡ് ഉണ്ട്, നമ്മൾ വേറെ ജോലികൾ നോക്കുന്നു, ഒപ്പം തന്നെ ഓഡിഷൻസിന് പോകുന്നു. പിന്നെ നമ്മളിലുള്ള ഡൗട്ടുകളും കുറേ ഉണ്ടാവുന്നു. നമുക്ക് പറ്റുമോ, ഇത് ശരിക്കും നമുക്ക് പറ്റിയ ജോലിയാണോ, നമുക്ക് നമ്മൾ ചെയ്യേണ്ടതാണോ ഇതെന്നൊക്കെ അങ്ങനെ നമുക്ക് തോന്നും. അപ്പോൾ ഒന്ന് വേണ്ടത് നിർത്താം, നമുക്ക് ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ പറ്റുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും തോന്നും. പിന്നെ ചില സമയത്ത് തോന്നും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എന്തെങ്കിലും പോസിറ്റീവ് എന്തെങ്കിലും സൈൻ കിട്ടും. ഇപ്പോൾ തരുൺ വന്നു, തരുണിനെ ബ്രോ മാളിന്ന് കാണുന്നു. ബ്രോ ഞാൻ കുറേ ഇങ്ങനെ കാണാൻ വെച്ച് കിടക്കുന്നു. പെട്ടെന്ന് യാദൃശ്ചികമായി ഉണ്ടോ ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ ഒരു കഥ പറയാനായിരുന്നു. പറയാലോ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ നാളെ ഞാൻ വന്നോട്ടെ, നാളെ നമുക്ക് അവിടെ നിന്ന് തന്നെ ലുലുന്ന് തന്നെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് കഥ പറഞ്ഞു. ലുലുന്ന് എൻ്റെ ഓർമ്മ, ലുലു അപ്പുറമാണ്. അങ്ങനെ അവിടെ നിന്ന് കഥ പറഞ്ഞ് എനിക്കിഷ്ടമായി. കഥ നല്ല തന്നെയായിരുന്നു, എന്നാലും എനിക്കിഷ്ടമായി. ഞാൻ ഓക്കെയാണ്, ഇതിൽ ഞാൻ ഓക്കെയാണ്. അങ്ങനെ ആ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ പ്ലാൻ ചെയ്യണമല്ല, അത് പെട്ടെന്ന് സംഭവിച്ചു. ആ സിനിമ സാധാരണ സിനിമ പ്ലാൻ ചെയ്താലും പ്രൊഡ്യൂസറാണ്, ഇതെല്ലാം ഓക്കെ ആയിരുന്നു. വേഗം സിനിമ ഷൂട്ട് തുടങ്ങുന്നു. ആ സിനിമയോട് റിലീസാവുന്നതോട് കൂടിയിട്ട് അപ്പോഴാണ് എനിക്കിങ്ങനെ കോൺഫിഡൻസ്. പിന്നെ എന്നെ വിളിക്കുന്നവരുടെ ഇതൊക്കെ മാറി, അവരൊരു സംസാര രീതിയൊക്കെ മാറി. മറ്റേ നീ ഭക്ഷണം കഴിച്ച് പൊക്കോ അല്ല, ഫ്രീ ആണോ അടുത്ത മാസം സ്ക്രിപ്റ്റ് തരട്ടെ എന്നൊക്കെ. പിന്നെ ചെന്ന കസാര, മറ്റേ ഗ്ലാസ് മാറി, ഏത് പേപ്പർ ഗ്ലാസ് മാറി, മറ്റേ നല്ല ഗ്ലാസ്, നല്ല കപ്പ്. ഇപ്പൊ മറ്റേ കപ്പായി, ചൂടാറ് അകത്ത് സ്റ്റീലുള്ള. ഇപ്പൊ അങ്ങനെ ചൂടാറ് അടച്ചു വെക്കാം, അങ്ങനത്തെ ഒക്കെ ആയിപ്പോ. ആദ്യം പേപ്പർ ഗ്ലാസ്സായി, പിന്നെ സ്റ്റീലായി, പിന്നെ മറ്റേ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ,
കുപ്പി ഗ്ലാസ്സായി, പിന്നെ കപ്പിലോട്ടായി, അങ്ങനെ മാറി മാറി കവറുള്ള കപ്പായി. അപ്പോൾ മനസ്സിലായി. അപ്പോൾ മനസ്സിലായി, അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. മറ്റേ നമ്മൾ ചെന്ന് ആ തുറന്നിട്ട് ചായ എടുക്കുമല്ലോ, നമ്മൾ തന്നെ സ്വന്തമായി തുറന്ന് ചായ എടുത്തിട്ട് കുടിക്കണ ആ സിറ്റുവേഷനിൽ മാറി തുടങ്ങി. അപ്പം അങ്ങനെ അപ്പൊക്ക് മനസ്സിലായി, ഓക്കെ ഇങ്ങനെയും ഉണ്ട് ഇതില്ല, ശരിയാ. അത് അപ്പം നമ്മൾ ചെറുതായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്, അപ്പോൾ ഓക്കെയാണ്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ജാവ കഴിഞ്ഞ് പിന്നെ ഇത് വന്നേ, പിന്നെ തല്ലുമാല വന്നപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല എനിക്ക്. തല്ലുമാല വന്നപ്പോഴാണ് ഞാൻ ഇവിടെ എനിക്കും ഒന്നിങ്ങനെ ഒരു സ്പേസ് എന്റേതാകുന്ന സ്പേസ് കിട്ടിയ. പിന്നെ അതിൻ്റെ ശേഷം സുലൈഖ മനസ്സിൽ വന്നു, നല്ല സിനിമ. അങ്ങനെ പല സിനിമകളായി പിന്നെ അങ്ങോട്ട് പെരുമാനി വരുന്നുണ്ട്, അങ്ങനെ നല്ല സിനിമകൾ ഇഷ്ടംപോലെ വന്നു. ഇപ്പം ഇന്ന് ഈ സമയം വരെ ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കൊണ്ട്. ഇനി ഈ സിനിമയിൽ വരുന്ന സമയത്ത് ഇപ്പം നമ്മുടേതാകുന്നൊരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം മലയാളിയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആവശ്യമില്ലാത്തതിൽ അഭിപ്രായം പറയും, ആവശ്യമുള്ളതിൽ അഭിപ്രായം പറയും, എല്ലാത്തിലും എന്തിനെങ്കിലും കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണം വരുന്ന സമയത്ത് അവൻ അത്രയും വെളുത്ത പെണ്ണ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചത്. അപ്പം ഈ മലയാള സിനിമയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ ഈ ഫെയർ ആയിട്ടുള്ളൊരു കോംപ്ലക്ഷൻ, അതിന് ഒരു പ്രിവിലേജ് ഉള്ളതായിട്ട് എവിടെയെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഉണ്ട്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നല്ല അർത്ഥം. എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുള്ളവർ അങ്ങനെ ഉള്ളവരായിരുന്നില്ല, സെൻസ് അങ്ങനെ ഇതിനെ ആ രീതി കാണുന്നവരായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഈ കളറായത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഈ കളറുള്ളതുകൊണ്ടാണ് എനിക്കറിയാം എൻ്റെ ഈ കളറാണ് എന്നെ കൂടുതൽ സിനിമയും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ആളുകൾക്ക് അങ്ങനെ ഒക്കെ പറ്റുന്നത് ഈ കളറിൽ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എത്തിപ്പെട്ട സ്ഥലം ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ അർഷദ് ഖാ, മൂസിൻ പരാരി, റഹ്മാൻ ഖാലിദ്, തരുൺ മൂർത്തി ആണെങ്കിലും അഷ്റഫ് ഹംസ ആണെങ്കിലും, പേര് പറയുമ്പോഴെല്ലാം നല്ല സിനിമകൾ, സമീർ ഖാ, ഷൈജു ഖാ, അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ഒരു സർക്കിളിലാണ്. അത് സത്യത്തിൽ എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറയാം. ഭാഗ്യത്തിനപ്പുറം നമ്മുടെ അനുഗ്രഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സംഭവിക്കുന്നത് ഇവരൊക്കെ ഇടയിൽ വന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റൂട്ടും ട്രാക്കും വേറെ ആയി പോയനെ. ഇതിൽ ഈ സൗദി വെള്ളയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, അപ്പം ആ സിനിമ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ലുക്മാൻ ഇപ്പം എവിടെയായിരുന്നേനെ? ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ഇറ്റ്? അതിൻ്റെ സൗദി വെള്ളമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സൗദി വെള്ളമൊക്കെ എനിക്ക് ഭയങ്കര ഏറ്റവും ഭാഗ്യം അങ്ങനെ തോന്നിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചെയ്ത ഡയറക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വീണ്ടും ഉടനടി അടുത്ത പടം അവര് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട്. എന്താണോ അവിടെ തലയണമന്ത്രം അതൊന്നും പുറത്തു പറയില്ല, അതുകൊണ്ട് വളക്കും ഞാൻ അവിടെ ചെന്നിട്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഓപ്പറേഷൻ ജാവ കഴിഞ്ഞ് ഞങ്ങൾ ഡബ്ബിങ് ടൈമിൽ തന്നെ തരുൺ പറഞ്ഞിടാ സൗദിയിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഏത് ഐഡിയ അപ്പം ഞാൻ ഈ ക്യാരക്ടർ ഞാനല്ലേ, അല്ലാതെ ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല, അത് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് മതി അടുത്ത് ഇപ്പം ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ അത് ഇപ്പോൾ റഹ്മാൻകാരുടെ അവിടെ ഇനി ഞാൻ പടങ്ങൾ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമകൾ അപ്പം ഇതിലോട്ട് വരുമ്പോഴൊക്കെ ഞാൻ കാണുന്നത് അടി കിട്ടുക, അടി കൊടുക്കുക, മൊത്തം തല്ലും പ്രശ്നങ്ങളും. തല്ലുമാലയിൽ ഇൻ ജനറൽ നിങ്ങളെ കാണുമ്പോൾ ഒരു തല്ലുകൊള്ളി, തല്ല് കൊടുപ്പി, അങ്ങനത്തെ ഒരു ലുക്കാണ് വരുന്നത്. അപകടങ്ങൾ ശരീരത്തിന് എന്തോരം വന്നിട്ടുണ്ട് ഈ സിനിമകളിൽ നിന്ന്? കാരണം നിങ്ങൾ മൊത്തം അടിയല്ലേ? അല്ല, നമ്മളെ സിനിമയുടെ പുറത്തുനിന്ന് നമുക്ക് അടി ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് അടിയോ? ഇൻ ദ സെൻസ് കോളേജ് ആ ടൈമില് പൊളിറ്റിക്കൽ രാഷ്ട്രീയം നമ്മളങ്ങനെ കോളേജ് കാണുന്ന പാവം ലുക്ക് ലുക്കുന്നല്ല, അത് ആ സമയത്തെ അങ്ങോട്ട് തല്ലിയിട്ടുണ്ടോ ഇങ്ങോട്ട് തല്ലിയിട്ടുണ്ട്. തല്ല് പറയുമ്പോൾ കൊടുക്കാനും വാങ്ങാനുള്ളതാണല്ലോ, കൊടുക്കൽ മാത്രം ഉണ്ടാക്കില്ല, ശരിയാവില്ല. കുറെ കൊടുക്കും, കുറെ വാങ്ങും, അപ്പൊ പിന്നെ തിരിച്ചു കൊടുക്കും, പിന്നെ കുറെ കിട്ടുമ്പോൾ മനസ്സിലാവും വലിയ സുഖമുള്ള പരിപാടിയല്ല, അപ്പൊ അങ്ങനെ നിർത്തും. വീട്ടിൽ വന്ന് മറ്റേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും, മറ്റേ ആവി പിടിക്കലൊക്കെ സിനിമ കണ്ട സീനൊക്കെ? അങ്ങനെ ആവി പിടിക്കുന്നത് അത് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങളാണെങ്കിൽ വീണ്ടും ബോക്സിങ്ങും നസ്ലിനുമായിട്ടുള്ള പരിപാടി ഇതെല്ലാം എൻ്റെ ഇടയിൽ നടന്നു. എത്ര അപകടങ്ങൾ ഇപ്പോൾ ശരീരത്തിന് ഏകദേശം? ലാസ്റ്റ് പറ്റിയത് ബോക്സിങ്ങിൽ ഈ വിരല് പൊട്ടി, ഈ വിരല് പൊട്ടി. ഇപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് മടങ്ങുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് ചെറിയൊരു പൊട്ടുണ്ടായി. ഹെയർ ലൈൻ. അപ്പോൾ അതാണ് ഇപ്പോൾ ലാസ്റ്റിൻ്റെ. അല്ല, അതിനുശേഷം പിന്നെ മുഹാഷിൻ്റെ പടപ്പ് ചെയ്ത് നമ്മുടെ കഠിന കഠോരമയുണ്ട ഘടകം ചെയ്ത്, അതിലും ചെറിയൊരു എല്ലായിടത്തും. അപ്പം നിങ്ങളിത് ചോദിക്കുമോ എനിക്കിതിൽ എത്ര ഇടിയുണ്ട്, പരിക്ക് പിന്നെയാണ് എത്ര ഫൈറ്റ് സീൻസ്? അല്ലല്ല, അങ്ങനെ വലിയ ഫൈറ്റ് സീൻസ് ഒന്നും ഇല്ല. അല്ല, ഒരെണ്ണം മതിയല്ലോ. ഒരെണ്ണക്കുള്ളൂ, അതിലൊക്കെ ഒരെണ്ണുള്ളൂ. ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബോക്സിംഗ് കോമ്പറ്റീഷൻ ആണ്, ഒറ്റ സ്ട്രീറ്റ് ഫൈറ്റ് ഉള്ളൂ എൻ്റെ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫൈറ്റ് പടം അതിനുവേണ്ടി ബോഡി ഭയങ്കരമായിട്ട് മാറ്റേണ്ട വന്നില്ലേ? ഒരു 5 മാസം 6 മാസത്തോളം ബോക്സിങ് പഠിച്ചു,
സെയിം ടൈം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, ട്രെയിനർ ഒപ്പം ഉണ്ടായിരുന്നു, ഡയറക്ടർ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇവിടെ ജിമ്മിൽ പോവും, പാക്വേൽ ഷിഫാസ് ഞങ്ങൾ ട്രെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് 3 മണിക്കൂർ റെസ്റ്റ്. അത് നേരെ ബോക്സിങ്ങിൽ ജോഫിൽ കോച്ച് ഞങ്ങളെ സ്പാർട്ടൻസിൽ 3 hour ഭയങ്കര ലൈഫായിരുന്നു. ഭയങ്കര ലൈഫായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ച് ഫ്രഷായിട്ട് അറ്റാക്ക് എടുത്താ ഒരു ബോധം ഉണ്ടാവില്ല. അങ്ങനെ അല്ലെങ്കിൽ സുപ്രിയ പൃഥ്വിരാജ് അന്ന് മെലിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പരിപാടി ഇനി ചെയ്യരുത് എന്നുള്ള പോലെ, വീട്ടിലുള്ളവർക്ക് പേടി വരണ പോലെ. നിങ്ങൾ ഭാര്യയോട് എന്താ പറഞ്ഞിട്ട് പോന്നേക്കണം, ഞാൻ പുതിയ സിനിമയ്ക്ക് ഇറങ്ങുവാണ്. സുപ്രിയ നോക്കണ പോലെ ഒന്നും എൻ്റെ വൈഫ് നോക്കണില്ല. പറയും നിങ്ങള് ചുമ്മാ എന്നോട് ഇതുവരെ ഇരുന്നിട്ട് അങ്ങനെ ചോദിച്ചില്ല, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ ഇല്ലത്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങള് സിനിമ നടനാന്ന് ഇവര് ചെയ്തൊക്കെ സിനിമയല്ലേ, ഇതൊക്കെ ക്യാമറ ട്രിക്കാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അപ്പൊ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് കഴിയുമ്പോ വിളിക്കണം. അല്ല ഇതുവരെ എന്നോട് ഇങ്ങനെ സത്യമായിട്ടും അപകടം പറ്റുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ പറയണം, നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുക, കണ്ടോ ബാക്കി ഭാര്യമാരെല്ലാം അത് ചോദിക്കണം. വിളിക്കാതിരിക്കണ സത്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാ ഇടക്കൊക്കെ വിളിച്ചാൽ മതി. സമാധാനക്കേടൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ മാറി ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ സ്നേഹത്തിന് കുറച്ച് കൂടുതൽ പവർ ഉണ്ടാവുള്ളൂ. 24 മണിക്കൂർ തന്നെ കണ്ടുകൊടുത്തിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നാണ്. അല്ല, ഇനി സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ മലപ്പുറംകാരുടെ ഒരു പ്രത്യേകത, എനിക്ക് മലപ്പുറത്ത് എനിക്ക് വളരെ അടുത്ത എൻ്റെ ഒരു സുഹൃത്ത് മലപ്പുറംകാരനാണ്. അപ്പോൾ അവനും അവൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നതിനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അവൻ വളരെ കെയർ ഫ്രീ ആണ്. ഓക്കെ, ആസ് എ ഫുട്ബോൾ പ്ലെയറാണ്. അപ്പം അവിടെ ഉള്ളവരുടെ ഒരു ഇതായിട്ട് അവൻ എന്നോട് പറഞ്ഞാൽ, ഞങ്ങളെന്താ രാവിലെ ഞങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. ഞങ്ങൾ വൈകുന്നേരം ഒരു ഫുട്ബോളും കളിച്ച് ഒരു പത്തിരിയും ബീഫും എവിടെയെങ്കിലും കയറി ഇരുന്ന് കഴിച്ചു, ഞങ്ങളൊരു ചായയും കുടിച്ച് ഞങ്ങൾ പിരിയും, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതിൽ തീരും എന്നുള്ളത്. അവിടെ ഞാൻ ഒരുപാട് പേരെ റീസെൻ്റ്ലി പല കാര്യങ്ങൾക്കായിട്ട് പരിചയപ്പെട്ടു. ദേ ആർ ഓൾ വെരി ഹാപ്പി. ഭയങ്കര സമാധാനവും ശാന്തതയും സന്തോഷമുള്ള ആൾക്കാർ. എന്താണ് നിങ്ങളുടെ ആ മലപ്പുറംകാരുടെ ആ സന്തോഷത്തിന് പിന്നിൽ രഹസ്യം എന്താണ്? സന്തോഷത്തിന് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. ഇത് ചെറിയ ലൈഫല്ലേ ഉള്ളൂ. ഇത്ര ചെറിയ ലൈഫ് എത്ര കാലം നമ്മളോട് ജീവിക്കും, ഇനി എത്ര കാലം ജീവിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉള്ള സമയത്ത് സന്തോഷിച്ചൂടെ? എന്തിനാണ് നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങളിലൊക്കെ വെറുതെ ടെൻഷൻ അടിച്ച്, മറ്റുള്ളവൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച്, അവനെന്ത് കിട്ടുന്നു, അവനെന്ത് വാങ്ങുന്നു, അവനെന്ത് സംഭവിക്കുന്നു ഒക്കെ ആലോചിച്ച് അതിന് ടെൻഷൻ അടിച്ച് എല്ലാത്തിനും നമ്മൾ ടെൻഷൻ അടിക്കും. എന്നാൽ നമുക്ക് സന്തോഷിക്കാൻ എന്തൊക്കെ ഉണ്ട് ചുറ്റിലും, നമുക്ക് എന്തൊക്കെ നമുക്ക് ചുറ്റിലുണ്ട്, അതിനെ ആലോചിച്ച് നമുക്ക് കിട്ടിയതിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചൂടെ? അപ്പോൾ അങ്ങനെ സന്തോഷിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സുഖം, നമുക്ക് ജീവിക്കാനൊരു ഭയങ്കര സുഖം ഉണ്ടാവും. മറ്റേ നമുക്ക് രാവിലെ എണീറ്റാൽ തന്നെ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ്, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ഒക്കെ ആയിട്ട് എന്തിനാ അങ്ങനെ ജീവിക്കണേ? അപ്പോൾ സന്തോഷിക്കുക, ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ള പോലെ കഴിക്കുക. ഇനി ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും. എല്ലാ സിറ്റുവേഷൻ ഞാനൊക്കെ പണ്ട് ആഗ്രഹിച്ചിരുന്നത് മെനുവിൽ ഇങ്ങനെ ഇപ്പുറത്തെ റേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അത് നോക്കാതെ ഓർഡർ ചെയ്യാൻ പറ്റണം. അതെന്നാണോ എനിക്ക് പറ്റുക എന്നുള്ളത്. അത് മറ്റേ നമ്മളിങ്ങനെ ആയിരിക്കും ചിക്കൻ 65 158 മറ്റേ പൊറോട്ടയും ചായയും കൂടി ആകുമ്പോൾ നടക്കില്ല. ചിക്കൻ 65 കട്ട് ചെയ്ത് ചിക്കൻ കറിയാക്കുമ്പോൾ അങ്ങനെ നമ്മൾ കണക്കൂട്ടി കഴിച്ചിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതല്ല, എനിക്ക് അങ്ങനെ കഴിക്കണമാവണം, അങ്ങനെയെങ്കിലും കഴിക്കണത് തുടങ്ങണം. മെനുണ്ട് എടുത്തിട്ട് ഒരു ചിക്കൻ 65 3 പൊറോട്ട അങ്ങനെ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റണം അവിടെ പോയാലും എന്നുള്ള. അതൊക്കെ ആയിരുന്നു ആ സമയത്ത് എൻ്റെ സ്വപ്നങ്ങൾ. അത്ര ചെറുതായിരുന്നു. ചെറുതെന്ന് പറഞ്ഞാൽ അത് അന്ന് വലുത് തന്നെയായിരുന്നു എനിക്ക് അങ്ങനെ സ്വപ്നങ്ങൾ കാണാന്നുള്ളത്. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് നേടാൻ നോക്കുക, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ജീവിക്കാൻ നോക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സന്തോഷം ഉണ്ടാവും എപ്പോഴും. ഇപ്പം മെനു നോക്കാണ്ട് ഓർഡർ ചെയ്ത് തുടങ്ങിയില്ലേ? ഇപ്പോൾ മെനു നോക്കാണ്ട് ഓർഡർ ചെയ്യും. ഈ നമുക്ക് പൈസ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു നടനായി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ആളുകളുടെ മുന്നിൽ അവർ നോക്കും, അവനിപ്പോൾ സിനിമയൊന്നും ഉണ്ടായിട്ടൊന്നും കിട്ടണില്ല എന്ന് തോന്നുന്നു. പഴയ ഈ ഒരു ജഡ്ജ്മെൻറ്റ് പലപ്പോഴും വരും. ഈ സമയത്ത് ഷോ ബിസിനസ് ആണത്. ഒത്തിരി കാലം ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ ഈ ഫുഡല്ലാതെ ഞാനൊന്നൊരു നടനായി എനിക്ക് ഇത്ര വരുമാനം വരുമ്പോൾ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തൊരു കാര്യം എന്താ? ലൈക്ക് സംതിങ് ദാറ്റ് യു ഹാവ് ഓൾവേസ്. എനിക്കുണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. എനിക്ക് ഇത് എൻ്റെ ഫസ്റ്റ് ആയിരുന്നു. മെനു ഒന്നിൻ്റെയും ടാഗ് നോക്കേണ്ട, പ്രൈസ് ടാഗ് നോക്കേണ്ട വരും. അതുപോലെ ഞാൻ എൻ്റെ കാർ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ BMW എടുക്കണമെന്ന് എനിക്ക് ആദ്യം പോളോ, മനുഷ്യന്മാരങ്ങനെയാണല്ലോ. ആദ്യം ഞാൻ എടുക്കുന്നത് ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണമായിരുന്നു, കാറ് വേണമെന്നായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിട്ടല്ല കാർ എടുക്കുന്നത്, പോളോ എടുക്കുന്നത് ഫസ്റ്റ് എടുക്കുന്നത്. പോളോ ഞാൻ
പോളോ എടുത്ത കോമഡി ഭയങ്കര കോമഡിയാണ്. ഞാനിങ്ങനെ ബസ്സിലിങ്ങനെ പോയോണ്ടിരിക്കുക. ബസ്സിൽ പോകുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഫെഡറൽ ബാങ്കിൻ്റെ, ഈ ലിങ്കിൽ പ്രസ് ചെയ്താൽ 5 ലക്ഷം റുപ്യ ലോൺ. ഞാനിങ്ങനെ ആലോചിച്ച്, അപ്പോഴാണ് കയ്യിലാണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് പൈസകൾ എൻ്റെ അക്കൗണ്ടിൽ അന്ന് എൻ്റെ ഓർമ്മയിൽ 10-20,000 റുപ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ കൊറോണ ഒക്കെ ആ ടൈമൊക്കെ അങ്ങനെ കഴിയാറായ ടൈമോ ശോകം ടൈമോ അങ്ങനെ ഇങ്ങനെ എൻ്റെ കൈ വരച്ച് എടുത്ത പിന്നെ ഇല്ല. ഞാൻ ലിങ്ക് പ്രസ് ചെയ്ത് എൻ്റെ ഇത് അടിച്ചുകൊടുത്ത് മറ്റേ ഇതൊക്കെ അടിച്ചുകൊടുത്തപ്പോൾ അപ്പം തന്നെ ക്രെഡിറ്റായി. 5 ലക്ഷം ഇല്ല 4 ലക്ഷം സംതിങ് എന്തോ വേറെ എന്തോ ഇതൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് ലക്ഷപ്രഭു പോയി. അല്ലല്ല ഫെഡറൽ ബാങ്കിൻ്റെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ വീണ്ടും തുറന്നു നോക്കി, ബാലൻസ് ഒക്കെ നോക്കി, ശരിയാണ് 4 ലക്ഷം ഉണ്ട്. അതായത് എന്താ ചെയ്യേണ്ടി ഇങ്ങനെ ആലോചിച്ച്. പിന്നെ എനിക്ക് ഭയങ്കര ശ്രദ്ധയായി. അത് ഇനി ഞാൻ പ്ലാൻ ചെയ്യണം ലൈഫ്. കാരണം പൈസ ഉണ്ട് 4 ലക്ഷം വന്നു. ഇപ്പം 5 ലക്ഷത്തിൻ്റെ മേലെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യണം എന്ന് ആലോചിച്ചു. ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ ആലോചിച്ച് പൈസ കൊണ്ട് വെറുതെ ഇല്ലാക്കാൻ പാടില്ല, വണ്ടി എടുക്കാം. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. വണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളോ, ഞാൻ പോളോ അന്വേഷിക്കുന്നു. ഒരു പോളോ സെക്കൻഡ് ഹാൻഡ് ഉണ്ടെന്ന് അറിയുന്നു. ആ പോളോ ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. ആ പോളോ 7 ലക്ഷം രൂപയാണ് അന്ന് പറഞ്ഞത് സെക്കൻഡ് ഹാൻഡ്. ഞാൻ ഇതിൽ നിന്ന് ഒരു 2 ലക്ഷം റുപ്യ എടുത്ത് പോളോക്ക് അഡ്വാൻസ് കൊടുക്കുന്നു, ബാക്കി ലോൺ ഇടുന്നു. ഓൾറെഡി ഞാനൊരു ലോണിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോളോ എടുത്ത് ഞാൻ അവിടെ ലോൺ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ 5 ലക്ഷത്തിൻ്റെ ലോൺ മന്ത്ലി ഒരു 13 അങ്ങനത്തെ പൈസ, അപ്പുറത്ത് വേറെ 5 ലക്ഷത്തിൻ്റെ ലോൺ അതിൻ്റെ 26,000 മേലെ ലോണ് നിന്ന് നിൽക്കില്ല. പക്ഷെ വണ്ടിയായി. പിന്നെ പോളോയിലായി. പിന്നെ ചെറിയ നമ്മൾ വേറെ മൂഡ് അങ്ങനെ എല്ലാം മീറ്റിംഗ് ഇതിനൊക്കെ പോകുന്നത് പോളോ വണ്ടി നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് അതിന് 2 ലക്ഷം കൂടി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് വേറെ അക്കൗണ്ട് ഇട്ടിട്ട് ലോൺ EMI പോയിക്കോട്ടെ. ശരിക്കും EMI ഇപ്പം എന്താ വെച്ചാൽ കുറച്ച് മാസത്തേക്ക് അപ്പോൾ അതിൻ്റെ മുന്നേ സിനിമകൾ പിടിക്കുക, എങ്ങനെയും പരിപാടി പിടിക്കുക, അഡ്വാൻസ് വാങ്ങുക എന്നുള്ള കൂടിൽ അങ്ങനെ ഞാൻ പോയി. അങ്ങനെ അതങ്ങനെ. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോഴേക്ക് നെക്സ്റ്റ് സിനിമകൾ വന്ന് ആ 2 ലക്ഷത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ അതിനെ സേഫാക്കി ഇടാൻ പറ്റി. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ട് BMW ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ BMW ഇപ്പോൾ ചിന്തിക്കേണ്ട എന്നൊക്കെ ആലോചിച്ച് ഈ വണ്ടി മാറ്റാമെന്നുള്ള. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, ഒന്നുകൂടി സ്റ്റേബിളായി. അപ്പോൾ ഞാൻ റഹ്മാൻകാര്യത്തിനോട് ചോദിച്ചു, റഹ്മാനിനോട് പറഞ്ഞിട്ട് ആ വണ്ടി മാറ്റാം, ഈ വെറുതെ സ്റ്റാറാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആ സെക്കൻഡ് ഹാൻഡ് പോളോയിൽ അടക്കണമെന്നൊക്കെ പറഞ്ഞ് ഏത് വണ്ടി ഇപ്പോൾ എടുക്കുക. ഞാൻ മൂസിം പെരാറിൽ അങ്ങനത്തെ വണ്ടി എടുത്താലോ ഫോക്സ് വാഗൻ്റെ. അപ്പോൾ അതൊന്നും എടുക്കുന്നത്, നീ BMW എടുക്കുക, ഇനി BM-ലാണ് നീ വരേണ്ടത്, അല്ലാതെ തിരുവനന്തപുരം BMW അതൊന്നും നോക്കണ്ട എടുക്കുക. അതുമ്പോൾ തുടങ്ങിയതാ. പിന്നെ ഞാൻ അടുത്ത BM എടുത്ത്. BM പിന്നെ ഇന്ത്യയിൽ BM X1 പിന്നെ X1 ആയിട്ട് പിന്നെ പോയി. പിന്നെ അങ്ങനെ X1 ആയിട്ട് തന്നെ കുറേ പോയത്. അപ്പൊ അതായിരുന്നു ഇത് മേടിക്കാൻ നേരത്തെ വലിയ കഥ ഞാൻ പറഞ്ഞു. അല്ല അറിയണ്ടേ, നമ്മൾ ആഗ്രഹിച്ചു ചോദിക്കുന്ന ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ ചിലപ്പോൾ പറഞ്ഞെല്ലാം പറഞ്ഞു. ഒരുപാടുണ്ട് അത്. പിന്നെ ഈ പ്രൈസ് ടാഗ് നോക്കല് നിന്നോ? അതായത് ഇപ്പം ഡ്രസ്സ് മേടിക്കുകയാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും. അല്ല, ഡ്രസ്സിൻ്റെ എപ്പോഴും പ്രൈസ് ടാഗ് നോക്കും. അത് പിന്നെ നമ്മുടെ ഉള്ളിൽ എന്ന് ചില ഡ്രസ്സ് നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ ചില ബ്രാൻഡൊക്കെ കൈവിട്ട വിലകളൊക്കെ. അല്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ എന്നെ നോക്കുന്നത് ഇപ്പോൾ വേറൊരു ദർവേഷ് എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്യൂമർ, അവൻ ജറാഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ചെയ്യുന്നത് അവനാണ് എൻ്റെ ഇങ്ങനെ എന്ത് ഫങ്ഷൻസിന് പോകുമ്പോഴും ഒക്കെ പോകുമ്പോൾ ഡിസൈൻ ചെയ്യലും അങ്ങനെ വാങ്ങലും ഒക്കെ. ഞാൻ അങ്ങനെ പോയി വാങ്ങലൊന്നുമില്ല. രീതിയിൽ ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ഞാൻ 11th 12th പഠിക്കുന്ന സമയത്ത് മാത്സ് രക്ഷയില്ല. 10th ഭയങ്കര മാർക്കായിരുന്നു. അപ്പോൾ എടുത്തു. എന്നെ കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ തോറ്റു പോകുന്നു വരണം. അപ്പോൾ ഒരു ട്യൂഷൻ സാറിൻ്റെ അടുത്ത് തന്നെ ആക്കിയേക്കുവാണ് എറണാകുളത്ത്. ഈ സാറൊരു എൻ്റെ ഇത് കണ്ടിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ അപ്പനും അമ്മയും അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, പറ്റില്ല, ഈ കുട്ടിയെ എങ്ങും എത്തില്ല, ഈ കുട്ടിയുടെ ജീവിതം നശിച്ചു പോവുള്ളൂ, ഇവളൊരു പരാജയമാണ് ഇത്. ഈ കൂട്ടത്തിൽ ഇത്രയും ബാച്ചിലെ പിള്ളേരിൽ ഇവള് മാത്രം എവിടെ എത്തൂല എന്ന് പറഞ്ഞ് വിട്ടു. എന്ത് ചെയ്യാനാ? കരച്ചിലും വന്നു. അപ്പൻ്റെ അമ്മയുടെ മുന്നിൽ ഇത് പറഞ്ഞു. അവരാണ് ഇത്ര നല്ല സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യല്ലേ. അന്ന് എൻ്റെ ഉള്ളിലുണ്ട് കാണിച്ചു തരാം ഞാൻ ഈ കൂട്ടത്തിലുള്ളതെന്ന്. ഡിഗ്രിയായി, എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റായി, നല്ല മാർക്കായി, റാങ്കായി, PG കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ഞാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി എറണാകുളത്ത് തന്നെ, പുള്ളി മരിച്ചു കാണണം. ഞാൻ ആ വീടിന് മുന്നിൽ കൂടെ ഇപ്പം മിക്കവാറും യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴും നിർത്തിയിട്ട് പറയണമെന്നുണ്ട്, ഞാൻ നന്നാവില്ല, നിങ്ങൾ പറഞ്ഞു ഞാനാവില്ല. മരിച്ചു വേണോ
അപ്പൊ എന്റെ മനസ്സിൽ പുള്ളി മരിച്ചുപോയി കാണും, പക്ഷെ എന്റെ മനസ്സിലിതുണ്ട്, എന്താന്ന് എന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞാൽ ഒരിക്കലും നന്നാവില്ല. എനിക്കത് ഭയങ്കര മുറിവായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓരോ വണ്ടി മാറുമ്പോഴും ഞാൻ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ആ പുള്ളി മരിച്ചുപോയി, കല കാണിച്ചു കൊടുക്കായിരുന്നു എന്ന് ഞാൻ ഉള്ളി പറയുന്നുണ്ട്. സോ ദ സെയിം വേ ഒരാൾ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുമ്പോൾ, പെണ്ണ് കെട്ടാൻ നടക്കുമ്പോൾ നാട്ടുകാർ പറയും അത് നമ്മളെ കാണുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു എന്തൊക്കെ ഉണ്ട് ലുക്കു സിനിമ കഴിഞ്ഞ പോണു, എന്തായാലും നന്നായിടാ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്നിട്ട് നമ്മളോട് തിരിഞ്ഞ ഒരു 100 മീറ്ററിൻ്റെ പോയിന്റ് ആവില്ല. ഇവനൊക്കെ വല്ല കാര്യമുണ്ട്, ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ വാപ്പൊക്കെ പാവം കഷ്ടപ്പെട്ടിട്ടാണ് വല്ല അവരെ സഹായിച്ചൂടെ. പെട്ടെന്നാണ് ഇവർ നാട്ടിലേക്ക് അത്രേ ഉള്ളൂ. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളാണ് അവർ സ്ഥാനത്ത് വെച്ചാലും നമ്മൾ അതിനങ്ങനെ കാണും, അവർ നിൽക്കുന്ന സിറ്റുവേഷനും പരിപാടിയൊക്കെ വെച്ചിട്ട്. പക്ഷെ നമ്മൾ അതിനൊക്കെ എടുക്കുന്ന ആംഗിൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ശരിക്കും അന്നാ സാറങ്ങനെ പറഞ്ഞത് നമുക്ക് ഭയങ്കര വേറെ രീതിയിൽ മോട്ടിവേഷൻ. എനിക്ക് നിർബന്ധമായിരുന്നു ദാറ്റ് ഐ വിൽ സക്സീഡ്. അത് അങ്ങനെ വാക്ക് വന്നോണ്ടാ നമ്മളതിനെ അങ്ങനെ തന്നെ എടുക്കണോണ്ട്. അവിടെ നിങ്ങൾ തളർന്നു പോയിരുന്നെങ്കിലോ? അതിനും കൂടെ കുറവുള്ള അപ്പൻ എന്നെ വല്ല തോറ്റ തുന്നം പാടി. കണക്കൊക്കെ തോറ്റ പിന്നെ ഒരിക്കലും അത് ജയിക്കാൻ പറ്റില്ല. കണക്ക് നമുക്ക് മനസ്സിലാവില്ല എൻ്റെ വേദന. അല്ല പക്ഷെ അപ്പൊ എനിക്ക് പക്ഷെ അതിലൊരു ഇതുണ്ട്, എനിക്ക് അതിൽ പോകുമ്പോഴും എൻ്റെ മനസ്സിലിതുണ്ട്, പറയാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഒരിക്കലും ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല? കാണാ എന്തായി ചുമ്മാ കള്ളം വരെയില്ല. അല്ലല്ല, സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനതിനെ ഇപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായപ്പോഴും, അല്ലെങ്കിൽ എന്നോട് ഞാനൊരു സമയത്തൊക്കെ നടനാന്ന് ഇപ്പം എന്താ ആഗ്രഹം ചോദിച്ചാൽ നടനാവണമെന്ന് പറയാൻ വരെയൊക്കെ മടിയായിരുന്നു. കാരണം എനിക്ക് അങ്ങനത്തെ മറുപടികളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ വേറെ വല്ലതും നോക്കണം, ഇത് ഇങ്ങനത്തെ ഇതൊന്നും വെച്ചിട്ട് നമുക്ക്. അപ്പോൾ എന്നിട്ട് ഞാൻ പലരോടും ഞാൻ ഡയറക്ടർ ആവണം, അസിസ്റ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ നടനാണ്, എനിക്ക് പറയാനുള്ള കോൺഫിഡൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനന്ന് നമ്മളന്നൊരു 2 ഷർട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇപ്പോഴും വിഷാദ് ഇപ്പോൾ എന്നോട് പറയും, ഞാൻ പൂർവ്വ ഇവിടെ ചാൻസ് വെച്ച് വരുമ്പോൾ സ്ഥിരം വരുമ്പോൾ ഡെയിലി ഒരു പാൻറ് ഒരു ജീൻസ് ഉണ്ടാവും, ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ഡ് അതിൻ്റെ മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ. അപ്പോൾ അവൻ പറയും ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ ലുക്കു, നീ അന്ന് ഫ്ലാറ്റിൽ കയറി വരുമ്പോൾ ആ ഡ്രസ്സ് ആ പാൻറ്റ് എപ്പോഴും മറക്കില്ല, നീ എന്ന് വരുമ്പോൾ ആ പാൻറ്റായിരിക്കും. അത് നമ്മുടെ അങ്ങനെ അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. എന്ന് കരുതിയിട്ട് നമ്മളോട് അന്ന് പറഞ്ഞവരോടൊന്നും എനിക്കൊരിക്കലും ഒരു അവനെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നില്ല. ഞാൻ എപ്പോഴും ഫൈറ്റ് ചെയ്തിരുന്നത് എന്നോട് തന്നെയാണ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് എന്നെ ഉണ്ടാക്കുന്നത്, ഞാനായി മാറുന്നത്. ഇപ്പോൾ ഞാൻ നാട്ടുകാർ പറയുന്നതും ഇതൊക്കെ ഞാൻ എടുത്തിട്ട് ഞാനത് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഞാനത് യൂസ് ചെയ്യാറുള്ളത്. അല്ലാതെ നാളെ ഇവനക്ക് കാണിച്ചു കൊടുക്കാമെന്നോ പക്ഷേ അത് തെറ്റുന്നല്ല. അതും അതിന്റെ വേറൊരു ആംഗിളാണ്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ നേടി രണ്ട് ആംഗിളാന്നുള്ളൂ. നമ്മൾ രണ്ടുപേരും നമ്മൾ ആരും ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ മനസ്സിന്റെ ഉള്ളില് മുറിവുകളുണ്ട്, അതുണ്ടായിരുന്നു, തീർന്നു. പക്ഷെ പിന്നീട് നാട്ടിൽ ഉദ്ഘാടനത്തിനും അതിനും ഇതിനൊക്കെ നിങ്ങളെ വിളിക്കില്ലേ? അന്ന് പറഞ്ഞ ആളുകള് നീ ഫ്രീ ആണോ, നമ്മുടെ അടുത്തൊരു സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട്, അതിനൊക്കെ ഇപ്പൊ ചെല്ലില്ലേ? ചെല്ലുണ്ട്. ഞാൻ ഫ്രീയുള്ള ടൈമൊക്കെ ആണെങ്കിൽ അങ്ങനെ പോവാറുണ്ട്. അല്ലാത്തൊക്കെ പഠിച്ചപ്പോൾ നല്ല മാർക്ക് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. അതൊന്നും ആലോചിച്ച് നോക്കി, അന്നത്തെ സ്കൂൾ ഫസ്റ്റുകാരൊന്നും അല്ല അവിടെ ചെല്ലണേ. അതാണ് ആക്ച്വലി ഫസ്റ്റൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്കത് എൻ്റെ ഏറ്റവും വലിയ ഭയം, എൻ്റെ അടുത്ത് ഏതെങ്കിലും പഠിക്കുന്ന കുട്ടി ഉണ്ടാവും. ഞാൻ മുല്ലപ്പൂമ്പൊടി അതെന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പോഴും ഞാൻ സ്കൂളിലാണ് പഠിക്കുക, ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ അന്ന് 1ാം ക്ലാസ് 2ാം ക്ലാസ് ഇട്ടുണ്ട് ഫസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് സാറ് പറഞ്ഞ് ബുക്കും പേനും തന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് കാണുന്ന സാധനങ്ങളുടെ പേര് എഴുതുക. പെട്ടെന്ന് നമ്മളിങ്ങനെ നാച്ചുറൽ പുറത്ത് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ കാക്ക മരം ഇതിങ്ങനെ എഴുതണമല്ലോ, ഒറ്റ മുതൽ എഴുതുന്നതാണ് ജയിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ എൻ്റെ അടുത്ത് ഭയങ്കര പഠിപ്പിച്ച സാറിൻ്റെ കുട്ടി, ഞാൻ ഇവൻ്റെ നോക്കിയിട്ട് ഇവ എങ്ങനെ എഴുതുന്നു അതിങ്ങനെ നോക്കി എഴുതുന്നു. അപ്പോൾ സാറ് പെട്ടെന്ന് പറഞ്ഞു നിർത്തിട്ട് ആയില്ലേ തുടങ്ങിയ, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി, ആയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും എല്ലാവരും വെട്ടി, ഞാൻ വെട്ടിയില്ല. പിന്നെ ഓൾറെഡി 5-6 ഉണ്ട് അവൻ എഴുതിയതാറുണ്ട്. അവനൊക്കെ വെട്ടി അവൻ ആദ്യം മുതൽ, അവൻ വീണ്ടും ആദ്യം മുതൽ എഴുതി വേറെ ഓർഡറില്ല. പിന്നെ എന്നിട്ട് ഞാനന്ന് ജയിച്ച്, ഞാനാ ഫസ്റ്റ്. അങ്ങനെ എന്നെ ഭയങ്കര എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ വീട്ടുകാരോട് സാറ് പറഞ്ഞു ഇവൻ ഭയങ്കര ബ്രില്യൻ്റാ, അതായത് ഇവന് ഭയങ്കര ഒബ്സർവേഷനാ, ഇവൻ എത്ര പെട്ടെന്ന് എത്ര അധികം ഒരു മനുഷ്യന് സാധാ മനുഷ്യന് ഇതിനേക്കാൾ കൂടുതൽ എഴുതി. എന്തോ ഒബ്സർവേഷൻ ഉണ്ടല്ലോ, അടുത്തുള്ളവൻ എഴുതിയത് നോക്കി എഴുതാൻ പറ്റില്ല. അന്ന് എനിക്ക് ഒരു പേര് വീണ് ഭയങ്കര പറ്റിപ്പോയത്. എന്നിട്ട് ഇന്നെ അവിടുന്ന് ആ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് എൻ്റെ വീട്ടിൽ എന്നെ മാത്രം
ISS സ്കൂൾ, MEMS സ്കൂൾ, അങ്ങനെ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിക്കലോടി. വീട്ടുകാർക്ക് പ്രതീക്ഷ കൂടി. അങ്ങനെയാണ് ഞാൻ സത്യം എഞ്ചിനീയറിംഗ് പോയത്. കഷ്ടമാണല്ലോ, എല്ലാ കാര്യമുണ്ടോ? ഒരു കാര്യം ഉണ്ടായില്ല. എന്നിട്ട് എനിക്ക് അത്രയും എഞ്ചിനീയറിംഗിന് പോകാനുള്ള മാർക്കും എൻട്രൻസ് ചെയ്തിട്ടൊന്നും ഞാൻ പാസ്സായില്ല. എന്നിട്ട് ഇപ്പോൾ പാവം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് മൊത്തം എത്ര ലക്ഷം, 4 ലക്ഷം, 5 അങ്ങനെ എന്തോ കൊടുത്തിട്ടാണ് എന്നെ ബ്രില്യൻ്റ് ആണല്ലോ. ബ്രില്യൻ്റ് ആണല്ലോ. എന്തോ പിന്നെ എൻട്രൻസ് കിട്ടാത്ത എന്തോ പ്രശ്നം, അവരെ പ്രശ്നം, ഇവൻ്റെ പ്രശ്നമില്ല എന്നാണ് അവർ വിചാരം. എന്നിട്ട് സപ്ലിയോ ഒരു 32 ആകെ എത്ര പേപ്പർ ഉണ്ട്? 52 റേഞ്ച് അല്ലേ? അതിൽ 32 സപ്ലി ഉണ്ട്. സേഫ് ആണത്? സേഫാണ്. എന്നിട്ട് എഴുതിയെടുത്തു. ഇത് കട്ട് ചെയ്യണം കേട്ടോ. ഇല്ല, ഇതിലും കൂടുതൽ എണ്ണങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ ഇതിലാണ് നിൽക്കണേ. ടൊവിനോ പാസ്സായി എല്ലാം കഴിഞ്ഞു പോയി, പുള്ളി TCSE കയറിയ കഥ വരാൻ അത് കഴിഞ്ഞിട്ട് എന്തുവാന്ന് എനിക്കറിയാൻ മേല ചാടിപ്പോന്ന. നിങ്ങളൊക്കെ ഏകദേശം ഒരു കാറ്റഗറിയിലാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇത്രയും നേരം നമ്മളോട് ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ സിനിമയെക്കുറിച്ച് ഒരു പറഞ്ഞിട്ട്? നമ്മൾ ശരിക്കും വിഷയത്തിൽ തെന്നി മാറിപ്പോയി. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ശരിക്കും നമ്മൾ ടർക്കിഷ് തർക്കത്തിൻ്റെ വിശേഷമായിട്ട് വന്നതാണ് അല്ലേ? ഓക്കെ, സിനിമ നാളെ റിലീസാണ്. ഇത് കുറച്ച് സുലൈഖ മനസ്സിലൊക്കെ കഴിഞ്ഞ അന്ന് ഷൂട്ട് തുടങ്ങിയ സിനിമ. പക്ഷേ ഈ സിനിമ ഭയങ്കര, ഇതിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര ഫ്രഷാണ്. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. നവാസ് സുലൈമാനാണ് ഇതിൻ്റെ ഡയറക്ടർ, പുതിയ ഡയറക്ടറാണ്. പുള്ളിനെ ഞാൻ നേരത്തെ അറിയും. പുള്ളി ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടൊക്കെ ഉണ്ട് സിനിമ വരുന്നതിൻ്റെ മുന്നേ. ഒരുപാട് കാണും, 15 അപ്പാർട്ട്മെന്റ് മാറിയിട്ടില്ല. അപ്പോൾ അതിൽ ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ഹലോ സിനിമ, ഞാനത് ഏതാണ് ഇപ്പോൾ ഡയറക്ഷൻ, ഞാൻ ആക്ടർ, ഭക്ഷണം കഴിച്ചോ, ഇല്ല വാ, എന്നിട്ട് 2 പേര് തട്ട് പേര് ഭക്ഷണം കഴിച്ചു. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ സിനിമ നിർത്തി പോയവരുണ്ട്, സിനിമയിൽ ഇങ്ങനെ ചെറുതായി വരുന്നവരുണ്ട്. അങ്ങനെ പോയവരെ കൂടുതലും എല്ലാവരും സിറ്റുവേഷനും കൊണ്ട് അങ്ങനെ മാറിപ്പോയതാണ്. അത് നമ്മൾ സിനിമയാണ് ഇപ്പോൾ കാണുന്നുള്ളൂ. ശരിക്കും ഇതിൻ്റെ പുറകിൽ ലോകമുണ്ട്. എനിക്കിപ്പോൾ ആ ഗ്രൂപ്പൊക്കെ ഉണ്ട്, നമ്മുടെ ഓഡിഷൻസിന് പോയിരുന്നതും ഈ സിനിമ തേടി നടന്ന ഗ്രൂപ്പുകൾ. അത് എത്രയോ പേരുണ്ട്. എനിക്ക് പറഞ്ഞാൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അത് ഒരു ഗ്രൂപ്പ്, അങ്ങനത്തെ കുറേ ഗ്രൂപ്പുകൾ അന്ന് മുതൽ ഇപ്പോഴും ചാൻസ് വെച്ച് ഇപ്പോഴും ഓഡിഷൻസിന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. അത് എത്രയോ അവരിപ്പോൾ മുടിയൊക്കെ പോയി വേറൊരു ഇതായിക്കണേ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊരു ഇഷ്ടം, ഒരു സ്നേഹം, നമുക്ക് അതിനോടുള്ളൊരു അത് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ബാക്കിയെല്ലാം തേച്ച് കളിയാക്കലുകളും എല്ലാം തേച്ച് നമുക്കൊന്നും കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല, എന്തിൻ്റെ ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല. വീട്ടിൽ ആ ചോദ്യങ്ങൾ, ആരാണ് സിനിമ നടൻ പറ്റി അങ്ങനെയൊക്കെ നമ്മളോടിങ്ങനെ. അപ്പോൾ അതിൻ്റെ പുറകിൽ അത്തരം ആളുകൾ നിർത്തിപ്പോകുന്നവർ, അങ്ങനെ ഭയങ്കര ഡിപ്രഷനിൽ പോകണവർ, അല്ലെങ്കിൽ പക്ഷെ അതിൻ്റെ ഒന്നും അങ്ങനെയൊന്നും പോരുതാരും ആളുകൾ. നമ്മളെപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ ഇത് തന്നെയാണോ പോകേണ്ടത്, നമ്മൾ പോകുന്നത് കറക്റ്റാണോ, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് വേറെ എന്തെങ്കിലും വഴിയാണോ. ഇത് നമ്മൾ ഇഷ്ടം കൊണ്ട് പല രീതിയിലും സിനിമയിലോട്ട് ആളുകൾ വരുന്നുണ്ടാവേ. പക്ഷെ തലവര എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞ തലവര ഒരു അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്, ഉണ്ടാവും. കാരണം നിങ്ങളുടെ കൂടെ വന്ന ഒരുപാട് പേരുണ്ട്, കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും റൈറ്റ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, എല്ലാ ഫാക്ടറും കൂടി ഒരുമിച്ച് അല്ലേ. അത് ഇതിന് മാത്രമല്ല, ലൈഫിലെല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കുന്നതിനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്നതിനാണെങ്കിലും, അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മുടെ തീരുമാനത്തിനപ്പുറം അതിന് വേറെന്തോ ഒരു എനർജി, വേറൊരു സാധനം കൂടി ഉണ്ട് അതെല്ലാത്തിലും. അത് നമ്മുടെ കയ്യിലല്ല, വരലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. യു ആർ ബീങ് വെരി റിയൽ കേട്ടോ, ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം അത് കള്ളങ്ങളില്ല, നല്ല കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ അടുത്ത മൂവി. ഇനിയും വീണ്ടും കാണാനിട വരട്ടെ. ഉറപ്പായിട്ടും ഇനി അടുത്തടുത്ത് വരാണ്ട് എന്തായാലും വരും. സിനിമ ഉണ്ടപ്പോൾ BMW നിന്ന് അടുത്തതിലോട്ടും അതിൻ്റെ അടുത്തതിലോട്ടുള്ള യാത്രയിലോട്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.